ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ എറണാകുളത്ത് പോയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളൊന്നും എടുത്തിട്ടില്ല പറയല്ല, പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏട്ടൻ പോയ കാര്യം നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നില്ല, റൂമിൽ തന്നെ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ വന്നതിന് ശേഷം വൈകുന്നേരമാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ് നമ്മൾ ഈ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം റെഡിയായി ഒരു 5 മണി ആവാറായി കേട്ടോ. അപ്പോൾ റെഡിയായിട്ട് നമ്മൾ എറണാകുളത്ത് വന്നിട്ട് ലുലു കാണാണ്ട് പോകുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ലുലുവിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മെട്രോ ട്രെയിനിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൽ മെട്രോയിൽ കയറി നേരെ നമ്മുടെ ലുലുവിൻ്റെ ഉള്ളിൽ വന്ന് ഇറങ്ങി. അപ്പോൾ മെട്രോയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക 3rd ഫ്ലോറിൽ മറ്റാണ് തോന്നുന്നു ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മളിത് കണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇറങ്ങി വന്ന് അവിടെയൊക്കെ ആ ഫ്ലോറൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ഇത് നമ്മുടെ പാലക്കാട് ലുലുവിനെക്കാട്ടിൽ എത്രയേ വലുതാണെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. അതുകൊണ്ട് നമുക്ക് സമയവും കുറവായ കാരണം അങ്ങനെ എല്ലാം ഒന്നും കാണാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും കുറേശ്ശെയൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് കുറേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കണ്ടപ്പോണ്ട് കുട്ടികൾക്ക് വിശക്കണു പറഞ്ഞു, എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു കേട്ടോ. നേരെ കഴിക്കാനായിട്ട് നമ്മൾ മുകളിൽ പോയി. മുകളിൽ ആ ഫുള്ളായിട്ട് ആ ഫ്ലോർ ഏകദേശം ഫുള്ളും എന്താ പറയുക ഫുഡ് കോർണർ തന്നെയാണ്. കഴിക്കാൻ നിറയെ സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും വലിയ മാളായ കാരണം നിറയെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഞാനും അശ്വിനും അവർ രണ്ടാളും കൂടെ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാൻ പുറമെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും അശ്വിനും കൂടെ അത് വരുവോളം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കേണ്ട ഓരോരോ കാര്യങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കി അങ്ങനെ അവിടെ ഇരുന്നു. നല്ല പോലെ തന്നെ സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ശോഭ സിറ്റിയിൽ എത്ര സ്പേസ് ഇല്ല, അതിവിടെ നല്ല സ്പേസാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നീട് അവർ രണ്ടാളും കൂടെ ഓർഡർ ചെയ്ത് പിന്നെ ആ ഭാഗത്തായിരുന്നു പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് പിന്നെ ഞങ്ങൾ അപ്പുറത്ത് പോയി ഓർഡർ ചെയ്ത് അവിടെ തന്നെ ഇരുന്നിട്ട് കഴിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്ന. നൂഡിൽസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഞാൻ ഇവർ കഴിച്ചത് നൂഡിൽസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നൂഡിൽസ് അല്ല കേട്ടോ, ഫ്രൈഡ് റൈസാണ്, എനിക്ക് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇന്ന് നൂഡിൽസും ഇതെങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ ശോഭ സിറ്റി പോയപ്പോൾ ഒരുപാട് ഐറ്റംസ് വാങ്ങി ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ടേസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമ്മൾ എറണാകുളത്ത് വന്നപ്പോൾ അധികമൊന്നും നമ്മൾ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മാത്രം തന്നെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. 2 ദിവസം ആയിട്ട് അധികമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ അവർക്ക് ഇത് മതി പറഞ്ഞപ്പോൾ ഇത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എല്ലാവരും കുറേശ്ശെ കഴിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ എവിടെ പോയാലും ഞാൻ ഈ ഒരു ഐറ്റം വാങ്ങാണ്ടിരിക്കില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ തന്തൂർ. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അതും ടേസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്രാവശ്യം ഫുഡ് വളരെ കമ്മിയായിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്താണെന്നറിയില്ല, ആർക്കും വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ ഒരുപാട് കുട്ടികൾക്ക് കളിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി. അവിടെ ആകെ മൊത്തം ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഈ തിരിയുന്ന സാധനമില്ലേ, നല്ല സൗണ്ടാണ്. അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഈ ഇങ്ങനെ ചുറ്റുമുള്ള സൗണ്ട് നല്ലപോലെ കേൾക്കാം കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഭയങ്കര സൗണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എക്സിബിഷന് പോയാൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ലുലുവിലൊക്കെ എല്ലാവരും നമ്മുടെ അക്ഷയ വന്നിപ്പോൾ വാതിൽ കൂട്ടിയാണ് കേട്ടോ. അതിൻ്റെ സൗണ്ടാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ അശ്വിന് കാല് വേദനയ്ക്കെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് ഓയിൽമെൻറ്റ് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കാൻ വന്നതാണ് കേട്ടോ. അങ്ങനെ ലുലുവിലൊക്കെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പോയിട്ടുണ്ടാവും. ലുലു വന്നിട്ട് തന്നെ കുറേ ആയില്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. നമ്മൾ പറഞ്ഞാൽ ഞാൻ കുട്ടികളൊക്കെ കേട്ടോ. അപ്പോൾ ഏട്ടനൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കണ്ടു. അതിന് ശേഷം നമ്മൾ എവിടെ പോയാലും കുട്ടികൾ പറയുന്നുണ്ട് അങ്ങനെയുള്ള കാറിലും അതുപോലെയുള്ള ഐറ്റംസിലൊക്കെ ഇരിക്കണമെന്ന്. പക്ഷേ ഇതുവരെ അവരെ നമ്മൾ
നമ്മൾ ഏതിലും ഇരുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ശരി ഇരുത്താ പറഞ്ഞിട്ട് അങ്ങനെ കാറിൽ ഇരുത്തി കേട്ടോ. അപ്പോൾ വലിയവരും കുട്ടികളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഓട്ടിക്കുന്ന കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഓട്ടിക്കുക പറഞ്ഞാൽ അത് കറക്റ്റായി ചിലവർക്ക് ഓട്ടിക്കാനറിയും, ചിലവർക്ക് ഓട്ടിക്കാനറിയില്ല. അങ്ങനെ കൊണ്ട് ഈ തട്ടലും മുട്ടലും ഒക്കെ ആയിട്ട് നല്ലൊരു കോമഡി പോലെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ചിലവരൊക്കെ നന്നായി ഓട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെ ഓട്ടിച്ചാലും നമ്മൾ എതിരെ വരുന്നവർ ശരിയല്ലെങ്കിൽ ഇടിക്കുക തന്നെ ചെയ്യുമല്ലോ, നന്നായി ഓട്ടിക്കുന്നവരാണെങ്കിലും. അങ്ങനെയൊക്കെ ആയിട്ട് അതൊരു 3 മിനിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ മാളിൽ പോകുമ്പോൾ തന്നെ ഇവിടെയും നമ്മൾ എന്താ പറയുക കാടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് കേട്ടോ ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇതിൽ മാത്രം ഇരിക്കാൻ പറഞ്ഞപ്പോൾ അവരതങ്ങനെ പറ്റില്ല, കാടാക്കണം പറഞ്ഞപ്പോൾ നമ്മൾ കാടൊക്കെ ആക്കിയിട്ട് ഇതിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ അവർ രണ്ടാളും കൂടെ അങ്ങനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറിന് ഒരു 3 മിനിറ്റ് സമയമാണ് കേട്ടോ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ആ കാർ ഓടിക്കലും അതിൻ്റെ ഇടയിൽ അവിടെ ഒരേ ബഹളം തന്നെ, നല്ല തിരക്കായിരുന്നു. ഒന്നാമത്തത് ഞായറാഴ്ച ആയ കാരണം തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പം 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ ഓട്ടിക്കലൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എന്താ ഉണ്ടോ കുതിരയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ എക്സിബിഷന് പോകുമ്പോൾ കുതിരയൊക്കെ ഉണ്ട്. അതിൽ ചെറിയ കുഞ്ഞു കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അക്ഷയ്ക്കൊന്നും ഇരിക്കാൻ പറ്റില്ല. അശ്വിൻ പിന്നെ അതിൽ ഇരിക്കുന്നില്ല പറഞ്ഞു കേട്ടോ. ഏതായാലും നമ്മൾ കാർഡ് എടുത്ത അവസ്ഥയ്ക്ക് നമുക്ക് കുറേ ഐറ്റംസിൽ ആ പൈസ കഴിയോളം ഇരിക്കാമല്ലോ എന്നും പറഞ്ഞ് പിന്നെ ഇതൊക്കെ ഭയങ്കര ഇങ്ങനെ പൊങ്ങി താഴുന്ന കാരണം ഭയങ്കര പേടിയായിട്ട് അതിലൊന്നും ഇരുന്നില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം വന്നിട്ട് അശ്വിൻ ബൈക്ക് ഓടിക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ ശോഭ സിറ്റി പോയപ്പോൾ അതിലിരിക്കണം പറഞ്ഞു. പിന്നെ നമുക്ക് അധികം ടൈം ഇല്ലാത്ത കാരണം എല്ലാത്തിലും ഇരുന്ന് വരുമ്പോൾ സമയമാവും. അതുകൊണ്ട് നമ്മൾ അന്ന് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇവിടെ പിന്നെ നമുക്ക് കുറച്ച് സമയമുണ്ടല്ലോ, അതുകൊണ്ട് അശ്വിനെ ഇരിക്കണം പറഞ്ഞപ്പോൾ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിനെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അശ്വിനും അക്ഷയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. ആദ്യമൊക്കെ ഓടിക്കാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാണ്ട് ഓടിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഇതും കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. നമ്മൾ ഈ കാശിട്ടിട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ഓട്ടമൊക്കെ നമുക്ക് അറിയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾ വെറുതെ ഇരിക്കുമ്പോൾ അതിങ്ങനെ ആടുക എന്നല്ലാണ്ട് അതിങ്ങനെ ഓടലൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യമൊക്കെ അവനെ ഓടിക്കുമ്പോൾ ഒരു ശരിയല്ലാണ്ട് ഒക്കെ പോയി ഇടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവന് കറക്റ്റായി ഓടിക്കാൻ പറ്റി കേട്ടോ. അവനതൊക്കെ അങ്ങനെ കുറേ നേരമൊക്കെ ഓടിച്ചു. ഇത് അതൊരു ടൈം വരെയാണ് കേട്ടോ. എത്ര മിനിറ്റാണ് അത് എത്രയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുവരെ ഇതും ഓട്ടിക്കാം കേട്ടോ. അങ്ങനെ ഇവന് അശ്വിന് ഓട്ടിക്കുന്നത് കണ്ടപ്പോൾ നമ്മുടെ അക്ഷയ്ക്കും ഓട്ടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടാളെയും അതിൽ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പാലക്കാടുള്ള ലുലുവിലും ഇരിക്കാം കേട്ടോ. ലുലു ഇരിക്കാവരുടെ ബാക്കി പൈസയ്ക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഉള്ള പൈസയ്ക്ക് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. ഈ 2 ഐറ്റംസിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് പാലക്കാടുള്ള ലുലുവിൽ ഇരിക്കാമെന്ന് പറയാം. ഒന്നാമത്തെ വേറെ ഒന്നിലും ഇരിക്കാൻ പേടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. അതിങ്ങനെ പൊങ്ങലും താഴലും നിലവിളിയൊക്കെ ആയപ്പോൾ കുട്ടികൾ അതിലൊന്നും ഇരിക്കണില്ല പറഞ്ഞു കേട്ടോ. പിന്നെ ഇത് രണ്ടിലും ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് രണ്ടും നമ്മുടെ പാലക്കാടും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് വരികയല്ല, അത്രേ ഇരുന്നുള്ളൂ കേട്ടോ. അക്ഷയ് നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തത് നമ്മുടെ ഭക്ഷണം കഴിക്കാനും പിന്നെ ഈ ഇവിടെ ആയിരുന്നു കേട്ടോ. കാർ ഓടിക്കുന്നവിടെയും ബൈക്ക് ഓടിക്കുന്നവിടെയും അത് രണ്ടും ഒരേ സ്ഥലത്ത് തന്നെ ആയിരുന്നു. അവിടെ തന്നെ ആയിരുന്നു കേട്ടോ നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം നമുക്ക് അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലുലു മുഴുവനായിട്ട് കാണാൻ എല്ലാ ഷോപ്പിൽ കയറാനൊന്നും നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പോവുക, കാണുക, വരിക, അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഹൈപ്പർ മാർക്കറ്റ് ലുലുവിൻ്റെ അത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് പോകാനേ പറ്റില്ല, അത്രയും തിരക്കാണ്. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയില്ല കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഇവിടെ ലുലു ഉണ്ടല്ലോ, പിന്നെ ഇതേ തന്നെയായിരിക്കും അവിടെയും. ഇപ്പോൾ പ്രത്യേകിച്ച് കാണാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ബില്ലടിക്കാനൊക്കെ ഭയങ്കര തിരക്ക്. ഞായറാഴ്ച ആയ കാരണം തന്നെ എല്ലാവരും പിന്നെ ഓണത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ആയ കാരണം നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ലുലുവിൻ്റെ എന്താ പറയുക ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടല്ലോ, അവിടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിറയെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ട്രോണിക് സാധനങ്ങളും അതുപോലെ പൂക്കളും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അത്ര തിരക്കില്ല. പിന്നെ അതുപോലെ അവരുടെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നില്ലേ താഴെ, അതിലൊക്കെ പോയി ഒന്ന് കറങ്ങി. അതുപോലെ നമ്മുടെ എന്താ പറയുക കോസ്മെറ്റിക്സ് അതിൻ്റെ അകത്ത് അവിടെയൊക്കെ പോയി കറങ്ങി, അതൊക്കെ ഒന്ന് നോക്കിയിട്ട്. പക്ഷേ ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഭയങ്കര തിരക്കായ കാരണം കൊണ്ട് തന്നെ കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മൾ മോളെല്ലാം കണ്ടതിന്
ശേഷം ഏറ്റവും അവസാനമാണ് കേട്ടോ നമ്മുടെ ലുലുവിൻ്റെ ഫ്രണ്ട് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം വന്നിട്ട്, ഇത്ര നേരമല്ല ഇത്ര ദൂരം വന്നിട്ട് നമ്മുടെ ലുലുവിൻ്റെ ഫ്രണ്ട് കാണാണ്ട് പോകുന്നത് മോശമല്ലേ. അങ്ങനെ ഏറ്റവും അവസാനം ഞങ്ങളെല്ലാവരും കൂടെ ലുലുവിൻ്റെ ഫ്രണ്ട് കാണാൻ വന്നതാണ് കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റൊക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗി തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളത്തിൻ്റെ ഒരു ഫ്ലോയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്ന് വെളിയിലേക്ക് വന്നിട്ട് പിന്നെ അങ്ങനെ മെട്രോയിൽ കയറി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ രണ്ട് സൈഡും നല്ലപോലെ തന്നെ നമ്മുടെ ഓർക്കിഡ് പോലത്തെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ നല്ല ഇരുട്ടായ കാരണം നമുക്കതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഈ ലുലുവിൻ്റെ ഫ്രണ്ടിൽ നിറയെ ചെടികൾ വെച്ചിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുട്ടായ കാരണം നമുക്കതൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പകലൊക്കെയാണെ കാണാൻ ഇതിവിടെ നല്ല ഭംഗിയുണ്ടാകും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ഈ വെള്ളത്തിൻ്റെ ഫ്ലോ ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, ആ വെള്ളം ഇങ്ങനെ പൊങ്ങുന്നതും താഴുന്നതും ഒക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇത് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പാലക്കാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലുലുവിൽ പോയിട്ടുള്ള വിശേഷങ്ങളും അതുപോലെ എറണാകുളത്തെ രണ്ടാമത്തെ ദിവസത്തെ നമ്മുടെ വിശേഷങ്ങളും കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.